2020 ഏപ്രിൽ 11 ഓസ്ട്രേലിയ. ഓസ്ട്രേലിയയിലെ പെർത്തിൽ താമസിച്ചിരുന്ന 66 വയസ്സുകാരിയായിരുന്നു മേരി കോളിൻസ്. 2001 ഹസ്ബൻഡ് മരണപ്പെട്ടതിനെ തുടർന്ന് മേരി തനിച്ചായിരുന്നു താമസിച്ചു വന്നിരുന്നത്. മേരിയുടെ സഹോദരി ഹെലനും സഹോദരൻ വെയിൻ ജോൺസണും ഇവരുടെ അപ്പാർട്ട്മെന്റിനടുത്തു തന്നെയായിരുന്നു താമസം. അതുകൊണ്ട് തന്നെ ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ടുള്ള സുരക്ഷാ പ്രശ്നങ്ങളൊന്നും മേരിക്കുണ്ടായിരുന്നില്ല. എന്തു കാര്യത്തിനും വെയിൻ ജോൺസണും ഹെലനും ഓടിയെത്തുമായിരുന്നു. ഇങ്ങനെയിരിക്കുന്ന സമയത്താണ് 2020 ഏപ്രിൽ 11 മേരി ഹെലന്റെ വീട്ടിലേക്ക് പോയത്. അന്ന് പകൽ മുഴുവനും ഹെലന്റെ വീട്ടിൽ സമയം ചെലവഴിച്ചതിനു ശേഷം രാത്രിയോടെ മേരി അവളുടെ അപ്പാർട്ട്മെന്റിലെത്തി. ഉടനെ ഞാൻ വീട്ടിൽ സേഫായി എത്തിയെന്ന് പറഞ്ഞ് ഹെലന് ടെക്സ്റ്റ് മെസ്സേജ് അയച്ചതിനു ശേഷമാണ് മേരി ഉറങ്ങാൻ കിടന്നത്. 2020 ഏപ്രിൽ 12 അന്ന് രാവിലെ തന്നെ ഹെലൻ മേരിയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി. കാരണം എന്നും രാവിലെ നേരത്തെ തന്നെ മേരിയുടെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് ഹെലന് വരാറുള്ളതായിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി അതിന് ഒരു മുടക്കവും വന്നിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഏപ്രിൽ 12 മേരി മെസ്സേജ് അയച്ചിട്ടില്ല. ഇതോടെയാണ് ഹെലൻ മേരിയുടെ ഫോണിലേക്ക് വിളിച്ചത്. എന്നാൽ പലതവണ വിളിച്ചിട്ടും മേരി ഫോൺ എടുത്തതേയില്ല. ഇതോടെ ഹെലൻ മേരിക്ക് ഒരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചു. വളരെ പെട്ടെന്ന് തന്നെ മേരി ആ മെസ്സേജ് കാണുകയും അതിന് മറുപടി അയക്കുകയും ചെയ്തു. എൻ്റെ ഹെൽത്ത് അത്ര ഓക്കെ അല്ല, ത്രോട്ട് ഇൻഫെക്റ്റ് ആയിട്ടുണ്ട്, സംസാരിക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് ഫോൺ എടുക്കാതിരുന്നത്. ഞാൻ പിന്നീട് വിളിച്ചോളാം എന്നാണ് മേരി മറുപടിയായി മെസ്സേജിൽ പറഞ്ഞത്. എന്നാൽ ആ മെസ്സേജ് കണ്ടയുടനെ ഹെലന് പേടിയാവാൻ തുടങ്ങി. അത് തന്റെ സഹോദരി മേരി അയച്ച മെസ്സേജ് അല്ല എന്ന് അവർക്ക് ഉറപ്പായിരുന്നു. കാരണം എന്തെങ്കിലും ഒരു ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ തന്നെ മേരി ഹെലനെ വിളിച്ച് സംസാരിക്കുകയോ വീഡിയോ കോൾ ചെയ്യുകയോ ചെയ്യും. ഇതിപ്പോൾ സംസാരിക്കാൻ കഴിയില്ല, ഇപ്പോൾ വിളിക്കണ്ട എന്നെല്ലാം പറഞ്ഞ് വീഡിയോ കോൾ ഉൾപ്പെടെ ഡിസ്കണക്ട് ചെയ്യുകയാണ്. അതുമാത്രമല്ല, മേരി മെസ്സേജ് അയക്കുന്ന രീതിയിലല്ല ആ മറുപടി മെസ്സേജ് വന്നിരിക്കുന്നത്. തന്റെ സഹോദരി എന്തോ അപകടത്തിലാണ് എന്ന് തിരിച്ചറിഞ്ഞ ഹെലൻ ഇവരുടെ സഹോദരൻ വെയിൻ ജോൺസനെ വിളിച്ച് കാര്യം പറഞ്ഞു. എത്രയും പെട്ടെന്ന് മേരിയുടെ അപ്പാർട്ട്മെന്റിൽ പോയി നോക്കിയിട്ട് വിളിക്കാമെന്ന് പറഞ്ഞ് വെയിൻ ജോൺസൺ ആ കോൾ ഡിസ്കണക്ട് ചെയ്തു. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും വെയിൻ ജോൺസൺ തിരിച്ചു വിളിച്ചില്ല. എന്ന് മാത്രമല്ല, അവന്റെ ഫോണിലേക്ക് വിളിക്കുമ്പോഴും ഫോൺ എടുക്കുന്നില്ല. ഇതോടെയാണ് ഹെലൻ മേരിയുടെ അപ്പാർട്ട്മെന്റിലേക്ക് നേരിട്ട് ചെന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചത്. അവിടെ എത്തിയ ഹെലനെ കാത്തിരുന്നത് മനസാക്ഷിയെ നടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. ആ വീട്ടിലെ ലിവിംഗ് റൂമിൽ ഒരു ബ്ലൂ കളർ ടാർപോളിനിൽ പൊതിഞ്ഞ നിലയിൽ മേരിയുടെ ഡെഡ് ബോഡിയും മറ്റൊരു റൂമിൽ ഇവരുടെ സഹോദരൻ വെയിൻ ജോൺസന്റെ ഡെഡ് ബോഡിയും കിടക്കുന്നതാണ് ഹെലൻ കണ്ടത്. ആ വീടിനകത്ത് പല സ്ഥലത്തായി ചോര തളം കെട്ടി നിൽക്കുന്ന അതിഭീകരമായ കാഴ്ച. അതിവേഗത്തിൽ ഹെലൻ എമർജൻസി നമ്പറിൽ വിളിച്ച് കാര്യം പറഞ്ഞു. 2020 ഈസ്റ്റർ ദിനത്തിലായിരുന്നു ഓസ്ട്രേലിയയെ നടുക്കിയ ഈ ഇരട്ട കൊലപാതകം നടക്കുന്നത്. സഹോദരങ്ങളായ മേരി കോളിൻസിനെയും വെയിൻ ജോൺസണെയും ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയത് ആരാണ്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ഇൻവെസ്റ്റിഗേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ചെയ്യുന്ന ഓരോ ലൈക്കും ഈ വീഡിയോ കൂടുതൽ പേരിലേക്ക് എത്താൻ സഹായിക്കും. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പെർത്ത് സിറ്റി സെന്ററിൽ ലിയോണാർഡ് സ്ട്രീറ്റിലുള്ള വാഷിംഗ്ടൺ ഗാർഡൻസ് എന്ന അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലായിരുന്നു മേരി താമസിച്ചിരുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി മേരിയും ഹസ്ബൻഡും അവിടെ തന്നെയായിരുന്നു താമസം. അവർക്ക് കുട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല. 2001 ഹസ്ബൻഡ് മരണപ്പെട്ടതോടെ മേരി തനിച്ചായി. പിന്നീട് വർഷങ്ങളോളം തനിച്ചു തന്നെയായിരുന്നു മേരിയുടെ താമസം. എന്തെങ്കിലും ഒരു സഹായത്തിന് അടുത്തു തന്നെയുണ്ടായിരുന്ന വെയിൻ ജോൺസണും ഹെലനുമായിരുന്നു മേരിയുടെ ഏക ആശ്വാസം. 2020 ഏപ്രിൽ 11 എന്നത്തെയും പോലെ ഉറക്കമുണർന്ന മേരി സഹോദരങ്ങൾക്കും ഫ്രണ്ട്സിനുമെല്ലാം മെസ്സേജ് അയച്ചതിനു ശേഷം ഹെലന്റെ വീട്ടിലേക്ക് പോവാനായി തയ്യാറെടുത്തു. പെർത്ത് സിറ്റിയുടെ വെസ്റ്റ് സൈഡിലുള്ള മൗണ്ട് ക്ലാർമോണ്ടിലായിരുന്നു ഹെലൻ താമസിച്ചിരുന്നത്. അന്ന് പകൽ മുഴുവൻ അവിടെ ചെലവഴിച്ച് വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങൾ നടക്കുന്നത്. ഹെലൻ വിളിച്ചറിയിച്ചത് പ്രകാരം പോലീസ് സ്ഥലത്തെത്തി. അവർ നടത്തിയ പരിശോധനയിൽ മേരിയും വെയിൻ ജോൺസണും മരണപ്പെട്ടു എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചു. കില്ലർ രണ്ടുപേരെയും അതിക്രൂരമായ രീതിയിൽ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. ചോര വാർന്നുപോയാണ് മരണം നടന്നിരിക്കുന്നത്. അതിൽ തന്നെ മേരി മരിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിരുന്നു. ഏപ്രിൽ 11 രാത്രി തന്നെ മേരി മരിച്ചിട്ടുണ്ട്. മേരിയുടെ ഡെഡ് ബോഡി പാക്ക് ചെയ്തതിന് ശേഷം എവിടെയോ കൊണ്ടുപോയി ഉപേക്ഷിക്കാനായി കില്ലർ തയ്യാറെടുത്തിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. ആ സമയത്തായിരിക്കണം മേരിയുടെ സഹോദരൻ വെയിൻ ജോൺസൺ ആ വീട്ടിലെത്തിയത്.
വെയ്ൻ ജോൺസൺ കില്ലറുമായി ബലപ്രയോഗം നടത്തിയതിന്റെ എല്ലാ ലക്ഷണങ്ങളും ആ വീട്ടിൽ കാണാമായിരുന്നു. സാധനങ്ങളെല്ലാം വലിച്ചുവാരിയിട്ട നിലയിലായിരുന്നു കിടന്നിരുന്നത്. ഒരു ഘട്ടത്തിൽ വെയ്ൻ ജോൺസനെ കീഴ്പ്പെടുത്തിയ കില്ലർ അയാളെയും കൊലപ്പെടുത്തിയതാണ് എന്ന് പോലീസുകാർക്ക് മനസ്സിലായി. മേരിയുടെ ഡെഡ് ബോഡി ലിവിംഗ് റൂമിലും വെയ്ൻ ജോൺസന്റെ ഡെഡ് ബോഡി ബെഡ്റൂമിലുമായിരുന്നു കിടന്നിരുന്നത്. സ്ഥലത്തെത്തിയ ഫോറൻസിക് ടീം ക്രൈം സീനിൽ നിന്നും എല്ലാ തെളിവുകളും കളക്ട് ചെയ്യാൻ തുടങ്ങി. മർഡർ വെപ്പണായ കത്തി ആ വീടിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. മേരിയുടെ വീട്ടിൽ തന്നെയുള്ള മീറ്റ് കട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന കത്തിയായിരുന്നു അത്. ആ വീടിനകത്തുള്ള ധാരാളം സ്ഥലത്തു നിന്നും ഫോറൻസിക് ടീം ബ്ലഡ് സാമ്പിളുകളും ഫിംഗർ പ്രിന്റുകളുമെല്ലാം കളക്ട് ചെയ്തു. ആ വീടിന്റെ ജനാലകളോ ഫ്രണ്ട് ഡോറോ തകർക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ മേരിക്ക് പരിചയമുള്ള ഒരാളാണ് കില്ലർ എന്നതായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. മേരി ഡോർ തുറന്നു കൊടുത്തതിനു ശേഷം കില്ലർ അകത്തു കടന്നതിന്റെ സാധ്യതകളാണ് കാണുന്നത്. അതുപോലെ ഇത് അപ്രതീക്ഷിതമായി നടന്ന കൊലപാതകമല്ല എന്നും വെൽ പ്ലാൻഡ് മർഡർ ആണെന്നുമാണ് പോലീസ് പറയുന്നത്. കാരണം കില്ലർ മേരിയുടെ ഡെഡ് ബോഡി പാക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ള എല്ലാ മുൻകരുതലോടെയുമാണ് അവിടെ എത്തിയിട്ടുള്ളത്. വലിയൊരു ടാർപോളിനും അത് കെട്ടാനുള്ള കയറുമെല്ലാം കയ്യിൽ കരുതിയാണ് കില്ലർ എത്തിയിരിക്കുന്നത്. ഇതോടെ ആ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിലുള്ള എല്ലാവരെയും ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു. അടുത്തുള്ള അപ്പാർട്ട്മെന്റുകളിൽ താമസിച്ചിരുന്ന ഒരാളിൽ നിന്നും കേസ് അന്വേഷണത്തെ സഹായിക്കുന്ന ഒരു മൊഴി പോലും പോലീസിന് ലഭിച്ചില്ല. ഏപ്രിൽ 11 രാത്രി മേരിയുടെ അപ്പാർട്ട്മെന്റിനകത്ത് നിന്നും ഒരു ശബ്ദവും കേട്ടിരുന്നില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. സംശയം തോന്നിയ പോലീസ് ആ ബിൽഡിംഗിൽ താമസിച്ചിരുന്ന എല്ലാവരെയും ചോദ്യം ചെയ്തു വരുന്നതിനിടയ്ക്കാണ് കേസ് അന്വേഷണത്തിൽ വഴിത്തിരിവുണ്ടാക്കിയ പ്രധാനപ്പെട്ട ഒരു തെളിവ് കണ്ടെത്തിയത്. വാഷിംഗ്ടൺ ഗാർഡൻസ് എന്ന ആ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സിന്റെ പാർക്കിംഗ് ലോട്ടിൽ നിർത്തിയിട്ടിരുന്ന ഒരു കാറിന്റെ വൈപ്പറിനടിയിലായി ഒരു ബിൽ പോലീസ് കണ്ടെത്തി. ഒരു ടാർപോളിനും പ്ലാസ്റ്റിക് കയറും ഒരു വെയർഹൌസിൽ നിന്നും വാങ്ങിച്ചതിന്റെ ബില്ലായിരുന്നു അത്. ഉടനെ തന്നെ പോലീസ് ആ കാറിന്റെ ഉടമയെ കണ്ടെത്തി. അത് കില്ലറിന്റെ കാറായിരിക്കാനുള്ള സാധ്യതകൾ വളരെ കുറവായിരുന്നു. കാരണം ഇത്രയും പ്രധാനപ്പെട്ട ഒരു തെളിവ് ഇത്ര അലക്ഷ്യമായി കില്ലർ ഉപേക്ഷിച്ചിട്ട് പോവാൻ ഒരു സാധ്യതയുമില്ല. എന്നിരുന്നാലും പോലീസുകാരുടെ സംശയം തീർക്കാനായിരുന്നു അവർ ആ കാറിന്റെ ഉടമസ്ഥനെ കണ്ടെത്തിയത്. വാഷിംഗ്ടൺ ഗാർഡൻസിൽ തന്നെ താമസിക്കുന്ന 27 വയസ്സുള്ള ല്യൂക്ക് ഫോസറ്റ് എന്ന വ്യക്തിയുടെ കാറായിരുന്നു അത്. ല്യൂക്ക് ഫോസറ്റ് സ്ഥലത്തെ അറിയപ്പെടുന്ന ഒരു സൈക്കോളജിസ്റ്റാണ്. പോലീസ് അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്തു. അവർ സംശയിച്ചതുപോലെ തന്നെ ല്യൂക്ക് ഫോസറ്റിന് അങ്ങനെയൊരു ബില്ലിനെ കുറിച്ചോ അതെങ്ങനെ തന്റെ കാറിന്റെ വൈപ്പറിനടിയിൽ വന്നു എന്നോ അറിയുന്നില്ല. ഇതോടെ കേസ് അന്വേഷണത്തെ വഴിതിരിച്ചു വിടാനായി കില്ലർ ആ ബിൽ മനഃപൂർവ്വം ഉപേക്ഷിച്ചിട്ട് പോയതായിരിക്കുമെന്ന് ചിന്തിച്ച പോലീസ് കേസ് തെളിയിക്കാനുള്ള മറ്റുള്ള സാധ്യതകൾ പരിശോധിക്കാൻ തുടങ്ങി. ഡെഡ് ബോഡികൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ബന്ധുക്കൾക്ക് കൈമാറി. മേരി കോളിൻസിന്റെ ശരീരത്തിൽ 24 സ്ഥലത്തും വെയ്ൻ ജോൺസന്റെ ശരീരത്തിൽ 25 സ്ഥലത്തും ആഴത്തിലുള്ള മുറിവായിട്ടുണ്ട്. വെയ്ൻ ജോൺസന്റെ ശരീരത്തിലായിട്ടുള്ള ധാരാളം ചതവുകൾ കില്ലറുമായിട്ടുള്ള സംഘട്ടനത്തിലായിട്ടുള്ളതാണ്. വെയ്ൻ ജോൺസൺ ആരോഗ്യവാനായ ഒരു വ്യക്തിയായതുകൊണ്ട് തന്നെ കില്ലറിനും ധാരാളം പരുക്കുകൾ പറ്റിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് മെഡിക്കൽ എക്സാമിനർ പറയുന്നത്. ഈ സമയത്താണ് പോലീസ് ചോദ്യം ചെയ്തുവിട്ട സൈക്കോളജിസ്റ്റ് ല്യൂക്ക് ഫോസറ്റ് ഷോൾഡറിനേറ്റ പരുക്കിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിട്ടുണ്ട് എന്നുള്ള വിവരം പോലീസുകാർക്ക് ലഭിച്ചത്. ഇതോടെ പോലീസുകാരുടെ സംശയം മുഴുവൻ ല്യൂക്ക് ഫോസറ്റിന് മേലായി. ആ സമയത്ത് അവന്റെ കാറിന് മുകളിൽ നിന്ന് ലഭിച്ച ബില്ല് കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം നടത്തി വരികയായിരുന്നു. ബില്ല് പ്രകാരം ഏപ്രിൽ 11 ബണ്ണിങ്സ് വെയർഹൌസിൽ നിന്നുമാണ് ആ ടാർപോളിനും കയറും വാങ്ങിച്ചിരിക്കുന്നത്. ഉടനെ തന്നെ ആ വെയർഹൌസിലെത്തിയ പോലീസ് അവിടെയുള്ള CCTV ഫുട്ടേജുകൾ വിശദമായി പരിശോധിച്ചതോടെ കാര്യങ്ങൾ വ്യക്തമായി. ഏപ്രിൽ 11 വൈകുന്നേരം 6:43 ല്യൂക്ക് ഫോസറ്റ് ബണ്ണിങ്സ് വെയർഹൌസിൽ നിന്നും ഒരു ടാർപോളിനും കയറും വാങ്ങി ബിൽ ചെയ്യുന്നതും ആ വെയർഹൌസിൽ നിന്നും പുറത്തേക്ക് പോകുന്നതുമെല്ലാം CCTVയിൽ വളരെ വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട്. അതിവേഗത്തിൽ പോലീസ് ല്യൂക്ക് ഫോസറ്റിനെ കസ്റ്റഡിയിലെടുത്തു. അതിനോടകം തന്നെ ക്രൈം സീനിൽ നിന്നും ഫോറൻസിക് ടീം കളക്ട് ചെയ്ത ബ്ലഡ് സാമ്പിളുകളിൽ നിന്നും 3 പേരുടെ DNA കണ്ടെത്തി കഴിഞ്ഞിരുന്നു. മേരി കോളിൻസിന്റെയും വെയ്ൻ ജോൺസന്റെയും കൂടാതെ മൂന്നാമത്തെ DNA ല്യൂക്ക് ഫോസറ്റിന്റെയാണ് എന്നുകൂടി കൺഫേം ചെയ്തതോടെ 2020 ഏപ്രിൽ 13 ല്യൂക്ക് ഫോസറ്റിനെ പോലീസ് കൊലപാതക കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്തു. കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്ത സമയത്ത് ല്യൂക്ക് കുറ്റസമ്മതം നടത്താൻ തയ്യാറായില്ല. അവൻ തുടർച്ചയായി നുണകളാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഷോൾഡറിനേറ്റ പരുക്കിനെക്കുറിച്ചും ദേഹത്തായിട്ടുള്ള മുറിവുകളെക്കുറിച്ചും പോലീസ് ചോദിച്ച സമയത്ത് സ്റ്റെയർകേസിൽ നിന്നും തെന്നി വീണാണ് എന്റെ ഷോൾഡറിന് പരുക്ക് പറ്റിയത് എന്നും വീഴുന്ന സമയത്ത് എന്റെ കയ്യിൽ കത്തിയുണ്ടായിരുന്നു, അത് ദേഹത്ത് തട്ടിയാണ് മുറിവുകളായത് എന്ന് തുടങ്ങി വിശ്വസിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ല്യൂക്ക് പറഞ്ഞത്. ഓൾറെഡി ല്യൂക്കിനെതിരായിട്ടുള്ള ഫോറൻസിക് എവിഡൻസുകൾ പോലീസുകാരുടെ കൈവശമുണ്ട്. എന്നിരുന്നാലും അവനെതിരായിട്ടുള്ള കൂടുതൽ തെളിവുകൾ കണ്ടെത്തി കേസ് സ്ട്രോങ് ആക്കാൻ പോലീസ് തീരുമാനിച്ചു. അങ്ങനെയാണ് വാഷിംഗ്ടൺ ഗാർഡൻസിൽ അവന്റെ ഉടമസ്ഥതയിലുള്ള അപ്പാർട്ട്മെന്റിൽ പോലീസ് പരിശോധന നടത്തിയത്.
1 മാസത്തിന് മുൻപ് ഒരു സ്റ്റൺ ഗണ്ണും ഹാൻഡ് കഫും ലൂക്ക് ഫോസറ്റ് വാങ്ങി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും 1 മാസത്തോളമായി ലൂക്ക് ഈ കൊലപാതകം നടത്താൻ പ്ലാൻ ചെയ്തു വരികയാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞു. ഇതിനെല്ലാം പുറമെ ലൂക്കിന്റെ മൊബൈൽ ഫോണിൽ നിന്നുമാണ് പ്രധാനപ്പെട്ട ഒരു തെളിവ് പോലീസുകാർക്ക് ലഭിച്ചത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ലൂക്ക് അവന്റെ മൊബൈലിൽ ചില വീഡിയോകൾ റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാം സെൽഫി വീഡിയോകളായിരുന്നു. കയ്യിൽ ഒരു കത്തി വെച്ച് ഒരാളെ ഭീഷണിപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോകളായിരുന്നു അതെല്ലാം. ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ്, ATM കാർഡിന്റെ പിൻ നമ്പറുകൾ തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെ ഭീഷണിപ്പെടുത്തി കൈക്കലാക്കാമെന്ന് പ്രാക്ടീസ് ചെയ്തിരിക്കുകയാണ് ലൂക്ക് ഫോസറ്റ്. ഇതിൽ നിന്നും പണമാണ് കൊലപാതകത്തിന്റെ മോട്ടീവെന്ന് വ്യക്തമായി. പക്ഷെ സ്ഥലത്തെ അറിയപ്പെടുന്ന ഒരു സൈക്കോളജിസ്റ്റായിരുന്നു ലൂക്ക് ഫോസറ്റ്. അങ്ങനെ ഒരാൾ എന്തിന് പണത്തിനായി കൊലപാതകം നടത്താൻ തയ്യാറാവണം? അത് കണ്ടെത്താനായി ലൂക്ക് ഫോസറ്റിന്റെ ചരിത്രം പോലീസ് ചികഞ്ഞെടുത്തു. ഈ കൊലപാതകങ്ങൾ നടത്തുമ്പോൾ 27 വയസ്സായിരുന്നു ലൂക്കിന്റെ പ്രായം. നിരോധിക്കപ്പെട്ട ഡ്രഗ്സ് ഉപയോഗിച്ച കേസിൽ മുൻപൊരിക്കൽ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും മറ്റുള്ള ക്രിമിനൽ കേസുകളിലൊന്നും ലൂക്ക് ഉൾപ്പെട്ടതായി കാണുന്നില്ല. പക്ഷേ ലൂക്കിന്റെ ബാല്യകാലം അത്ര നല്ലതായിരുന്നില്ല. ചെറുപ്പത്തിലെ പാരന്റ്സ് ഡിവോഴ്സ് ആയതോടെ ലൂക്ക് ഒരു അനാഥനെ പോലെയാണ് വളർന്നു വന്നത്. സുഹൃത്തുക്കൾ എന്ന് പറയാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ഒത്തിരി മാനസിക പ്രശ്നങ്ങൾ അനുഭവിച്ച് വളർന്നതുകൊണ്ടാവണം സൈക്കോളജി പഠന വിഷയമായി എടുക്കാൻ ലൂക്ക് തീരുമാനിച്ചത്. ഹൈസ്കൂൾ പഠനകാലത്ത് സ്കൂൾ ടോപ്പറായിരുന്ന ലൂക്ക് ഫോസറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ നിന്നുമാണ് സൈക്കോളജി പഠനം പൂർത്തിയാക്കിയത്. നൈറ്റ് ക്ലബിലും മറ്റുമെല്ലാം പാർട്ട് ടൈം ജോബിന് പോയാണ് ലൂക്ക് പഠനത്തിനുള്ള പണം കണ്ടെത്തിയത്. പഠനത്തിന് ശേഷം മെന്റൽ ഹെൽത്ത് വിഭാഗത്തിൽ സൈക്കോളജിസ്റ്റായി ജോലി ചെയ്യാൻ തുടങ്ങിയതിനു ശേഷമാണ് 2016 ലൂക്ക് വാഷിംഗ്ടൺ ഗാർഡൻസിൽ ഒരു അപ്പാർട്ട്മെന്റ് എടുത്ത് അങ്ങോട്ട് താമസം മാറ്റിയത്. അന്ന് ഗേൾഫ്രണ്ടുമായാണ് ലൂക്ക് ഫോസറ്റ് അവിടെ താമസിക്കാനെത്തിയത്. ലൂക്കിന്റെ അപ്പാർട്ട്മെന്റിന്റെ തൊട്ടടുത്തുള്ള അപ്പാർട്ട്മെന്റിലായിരുന്നു മേരി കോളിൻസ് താമസിച്ചിരുന്നത്. കഴിഞ്ഞ 4 വർഷമായി ലൂക്കിനും മേരിക്കും പരസ്പരം അറിയാം. ഫർണിച്ചറുകൾ അറേഞ്ച് ചെയ്തു കൊടുക്കാനും പ്രിന്റർ റിപ്പയർ ചെയ്യാനും മറ്റുമെല്ലാമായി ലൂക്ക് പലതവണ മേരിയുടെ അപ്പാർട്ട്മെന്റിൽ പോയിട്ടുണ്ട്. ജോലി ചെയ്യാൻ തുടങ്ങി 4 വർഷത്തിനുള്ളിൽ തന്നെ ലൂക്ക് ഫോസറ്റ് അറിയപ്പെടുന്ന ഒരു സൈക്കോളജിസ്റ്റായി മാറുകയും ചെയ്തു. എന്നാൽ 2020ഓടെയാണ് ലൂക്ക് ഫോസറ്റിന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. നിരവധി പേരുടെ മാനസിക വിഷമങ്ങൾക്ക് പരിഹാരമുണ്ടാക്കി കൊടുക്കുന്ന ലൂക്കിന് സ്വന്തം പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആങ്സൈറ്റിയും ഡിപ്രഷനും ലൂക്കിനെ തളർത്തി. ഇതിനിടയ്ക്കാണ് കൂടെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയോട് ലൂക്ക് ലൈംഗികാതിക്രമം നടത്തിയെന്ന പരാതി ഉണ്ടാവുന്നത്. നിരപരാധിത്വം തെളിയിക്കാൻ ലൂക്കിന് കഴിയാതെ വന്നതോടെ അവന്റെ ജോലി നഷ്ടമായി. സൈക്കോളജിസ്റ്റായുള്ള ലൂക്കിന്റെ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ റദ്ദു ചെയ്യപ്പെട്ടു. ഇതിനെല്ലാം പുറമെ ഗേൾഫ്രണ്ട് ഉപേക്ഷിച്ചു പോവുകയും ചെയ്തതോടെ ലൂക്ക് ഫോസറ്റിന്റെ സമനില തെറ്റി. അവൻ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായി. ദിവസങ്ങൾ കഴിയുന്തോറും സമ്പാദ്യമെല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കാൻ പോലും പണമില്ലാതെ വന്നതോടെയാണ് ലൂക്ക് ഫോസറ്റ് പണം കണ്ടെത്താനായി കൊലപാതകം വരെ നടത്താൻ തീരുമാനിച്ചത്. ലൂക്കിന്റെ ആദ്യത്തെ ഇരയായിരുന്നു മേരി കോളിൻസ്. 1 മാസം മുൻപ് തന്നെ ലൂക്ക് പ്ലാനിംഗ് ആരംഭിച്ചു. തയ്യാറെടുപ്പുകളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം 2020 ഏപ്രിൽ 11 രാത്രിയാണ് കൊലപാതകം നടത്താൻ തീരുമാനിച്ചത്. പരിചയത്തിന് പുറത്ത് മേരി ഡോർ തുറന്നു കൊടുക്കുകയും ലൂക്ക് വീടിനകത്ത് കയറുകയും ചെയ്തു. പിന്നീടാണ് മനസാക്ഷിയെ നടുക്കിയ ആദ്യത്തെ കൊലപാതകം നടന്നത്. കൊലപാതകം കഴിഞ്ഞ് കയ്യിൽ കരുതിയിരുന്ന ടാർപോളിനിൽ മേരിയുടെ ഡെഡ് ബോഡി പൊതിഞ്ഞതിനു ശേഷം കയറുകൊണ്ട് കെട്ടി ലിവിംഗ് റൂമിൽ കൊണ്ടിട്ടു. അടുത്ത ദിവസം രാവിലെ തന്നെ ഡെഡ് ബോഡി ഡിസ്പോസ് ചെയ്യാനായിരുന്നു ലൂക്കിന്റെ പ്ലാൻ. ആ രാത്രി മുഴുവൻ മേരിയുടെ ഫ്ളാറ്റിലായിരുന്നു ലൂക്ക് താമസിച്ചിരുന്നത്. അടുത്ത ദിവസം രാവിലെ ഹെലന്റെ കോളുകൾ വരികയും മെസ്സേജിന് ലൂക്ക് റിപ്ലൈ ചെയ്യുകയും ചെയ്തതോടെയാണ് കാര്യങ്ങൾ ലൂക്കിന്റെ കൈവിട്ടുപോയത്. ഹെലന് സംശയം തോന്നിയതോടെ അവരത് വെയിൻ ജോൺസനെ അറിയിച്ചു. ലൂക്ക് ഫോസറ്റ് മേരിയുടെ അപ്പാർട്ട്മെന്റിൽ ഉള്ളപ്പോൾ തന്നെയാണ് വെയിൻ ജോൺസൺ അവിടെ എത്തിയത്. വെയിൻ ജോൺസന് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ ലൂക്ക് ഫോസറ്റ് അയാളെ ആക്രമിക്കാൻ തുടങ്ങി. ആരോഗ്യവാനായ വെയിൻ ജോൺസൺ മാക്സിമം പൊരുതി നിന്നെങ്കിലും കത്തിക്കൊണ്ടുള്ള ലൂക്കിന്റെ ആക്രമണത്തിൽ നിന്നും അയാൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. വെയിൻ ജോൺസണെയും കൊലപ്പെടുത്തിയതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയി എന്ന് മനസ്സിലായ ലൂക്ക് ഫോസറ്റ് അവിടെ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. പക്ഷേ അവനെതിരായിട്ടുള്ള നിരവധി ഫോറൻസിക് എവിഡൻസുകൾ ക്രൈം സീനിൽ സുലഭമായിരുന്നു. അതുവെച്ച് പോലീസ് പ്രതിയെ പിടിക്കുകയും ചെയ്തു. 2021 സെപ്റ്റംബറിൽ ഈ കേസിലെ വിചാരണ പൂർത്തിയായി. ലൂക്ക് ഫോസറ്റ് കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. പരമാവധി 34 വർഷം പരോളില്ലാതെ ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന തരത്തിൽ ഇരട്ട ജീവപര്യന്തമാണ് ശിക്ഷയായി വിധിച്ചത്. എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമന്റിലൂടെ അറിയിക്കൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.
ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകൾ കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാൻ മറക്കണ്ട.